അട്ടപ്പാടിയിലെ തായ്ക്കുല സംഘം സെക്രട്ടറി മരുതിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനെന്ന പേരിൽ സർക്കാർ തങ്ങളെ ദ്രോഹിക്കുകയാണെന്നായിരുന്നു മരുതിയുടെ കുറ്റപ്പെടുത്തൽ. പാരമ്പര്യ കൃഷിയും നഷ്ടപ്പെട്ടാതിരുന്ന് തുടർന്ന് സംസാരിച്ചത് ആദിവാസി ഊരിൽ നിന്നും പഠിച്ചു വളർന്ന ഡോക്ടറായ കമലാക്ഷി. 12 മാസവും പട്ടിണിയില്ലാതെ കഴിഞ്ഞ ഞങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടത് എങ്ങനെയെന്ന് അക്കമിട്ട് നിരത്തി ഇവർ. ആ മഴയോടനുബന്ധിച്ച് കൃഷി ഇറക്കും. ആ കൃഷി ഇറക്കുന്നത് എല്ലാം ഓരോ തട്ടുതട്ടായിട്ട് പല സമയങ്ങളിൽ കൊയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷികളായിരുന്നു. അപ്പോൾ അവിടെ പട്ടിണിയില്ല. എത്രയെത്ര കമ്മീഷനുകൾ, എത്ര കോടി ഫണ്ടുകൾ, ഇതൊക്കെ എവിടെ പോയി എന്നാണ് സുഗതകുമാരി ടീച്ചറുടെ ചോദ്യം. ഇന്നും ആദിവാസിക്ക് പയിക്കുന്നു എത്രയോ കോടി രൂപ ആദിവാസി ക്ഷേമത്തിനു വേണ്ടി കഴിഞ്ഞ ഒരു 10, 30, 40 കൊല്ലം കൊണ്ട് വാരിക്കോരി ചെലവാക്കുന്നു. ഇതൊക്കെ എവിടെ പോയി? ആദിവാസികളുടെ അടിസ്ഥാന പ്രശ്നം ഭൂമിയാണെന്നായിരുന്നു കാളിയുടെ വാദം. തങ്ങളുടെ മണ്ണും പെണ്ണും കവർന്നെടുക്കുകയാണ് പദ്ധതികളുടെ പേരിലെന്ന് കാളി. ഇത് പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ഭൂമിയെയും വെള്ളത്തെയും ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു നാശത്തിൻ്റെ ഒരു അറികുറിയായിട്ടാണ്, എന്നുവെച്ചാൽ ഒരു ലക്ഷണമാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചത്തു വീഴുന്നത്. ആദിവാസികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ DGP ബാലസുബ്രഹ്മണ്യവും എത്തിയിരുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പട്ടികവർഗക്ഷേമ മന്ത്രി PK ജയലക്ഷ്മിയും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീറും ചടങ്ങിനെത്താത്തത് വിമർശിക്കപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.